എടാ, നീ ഇങ്ങനെ ഒന്നും മിണ്ടാതിരുന്ന ഞാൻ എങ്ങനെയാ കാര്യം മനസ്സിലാക്കുന്നത്? നിനക്കെന്താ പറ്റിയത്? എന്തിനാ നീ ഇങ്ങനെ വിഷമിക്കുന്നത്? അനീഷേ, എന്താണെങ്കിലും നീ തുറന്നു പറ. എന്തെങ്കിലും പരിഹാരം കാണാൻ പറ്റുന്ന പ്രശ്നമാണെങ്കിൽ നമുക്കതിന് ശ്രമിക്കാം. നീ കാര്യം പറ. എടാ, നീ ഇങ്ങനെ കല്ലുപോലിരിക്കാതെ വായ തുറന്നൊന്ന് സംസാരിക്ക്. വിഷയം എന്താണെന്ന് ഞാൻ അറിയട്ടെ. അളിയ, എനിക്കെന്റെ ജോലി പോയടാ. ജോലി പോയെന്നോ? എങ്ങനെ? ഇപ്പൊ ജോലി പോകാൻ മാത്രം എന്ത് പ്രശ്നമാ നീ ഓഫീസിലുണ്ടാക്കിയത്? ഇപ്പോ ഞാനായിട്ട് ഒരു പ്രശ്നം ഓഫീസിലുണ്ടാക്കില്ലടാ. ഇതാ പഴയ ഇഷ്യൂവാ. ഞാനന്ന് ഓഫീസിൽ നിന്ന് പണം മോഷ്ടിച്ചില്ലേ, അത് തന്നെയാ റീസൺ. അത് അന്നേ നമ്മൾ സോൾവ് ചെയ്തല്ലേ? ആയതാണ്. പക്ഷേ ഇപ്പൊ അവർക്ക് എന്നെ വിശ്വാസമില്ലത്രേ. അന്ന് അവരത് കോംപ്രമൈസ് ചെയ്തോ? അന്ന് വീട്ടില് അനുജത്തിമാരുടെ കല്യാണം ആയതുകൊണ്ടും പിന്നെ ഭാർഗവി മുത്തശ്ശി ഇടപെട്ടതുകൊണ്ടും ഒക്കെയാ അവരാ കേസ് പിൻവലിച്ചത്. അത് കമ്പനിയുടെ ഉടമസ്ഥൻ ഇടപെട്ട് ചെയ്തതായിരുന്നില്ല. പക്ഷെ ഇപ്പം മാനേജർ പറയുന്നു അയാൾക്ക് അയാളുടെ തീരുമാനം മാറ്റാൻ പറ്റില്ലെന്ന്. പിന്നെ അതുമാത്രമല്ല, അയാൾ എന്നെക്കുറിച്ച് നാട്ടിലേക്ക് അന്വേഷിച്ചിരുന്നു അത്രേ. അന്വേഷണത്തിൽ ഞാൻ മഹാകള്ളൂടിയനും ചീട്ടുകളിക്കാരനാണെന്നൊക്കെയാ മാനേജർക്ക് അറിയാൻ സാധിച്ചത്. അതും കൂടെ ആയപ്പോൾ എല്ലാം പൂർണ്ണമായി. അപ്പോ ഇനി നീ എന്ത് ചെയ്യും? അറിയില്ലടാ. വേറെ എവിടെന്ന് എന്ത് ജോലി കിട്ടുമെന്ന് ഒരു പിടിയുമില്ല. വീട്ടുകാരോടും മഞ്ജുവിനോടും എന്ത് പറയുമെന്ന് എനിക്കറിയില്ല. ഇതെല്ലാം നിന്റെ കയ്യിലിരിപ്പുണ്ടല്ലേ ഉണ്ടായത്? എനിക്കതിൽ കുറ്റബോധം ഉണ്ടടാ. പക്ഷേ ഇനി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കുട്ടാ, വാ മരുന്ന് കഴിക്കാം. എനിക്ക് വേണ്ട. അതെന്താ വേണ്ടാത്തത്? ഇതിന് കയ്പായിരിക്കും. ഏയ്, ഇതിന് കയ്പൊന്നുമില്ല. കുടിച്ചേ, വാ, നല്ല കുട്ടിയല്ലേ, ഇത് കുടിച്ചേ. കയ്പില്ലാന്ന് ഉറപ്പാണോ? ആ, ഉറപ്പ്. കഴിക്കേ. ഉറപ്പാണല്ലോ. ആണെന്നേ. മാലാക്ക കുട്ടനോട് കള്ളം പറയോ? കയ്പില്ലെങ്കിൽ ഞാൻ കഴിക്കാം. ആ, ഇതിന് കയ്പില്ല. എന്നാൽ എഴുന്നേറ്റ് വാ. നല്ല കുട്ടി. ദാ, മിടുക്കനായിട്ട് ഈ മരുന്നൊന്ന് കഴിച്ചേ. ദേവികേ, നീ എന്താ ഈ കാണിക്കുന്നേ? ഞാൻ കുട്ടന് മരുന്ന് കൊടുക്കാൻ പോയായിരുന്നു. വേണ്ട, നീ ഈ മരുന്നൊന്നും കുട്ടന് കൊടുക്കണ്ട. അല്ല, ഇത് കൊടുക്കാതിരുന്ന കൊടുക്കണ്ടെന്ന് പറഞ്ഞാ കൊടുക്കണ്ട. ഹൈ, അപ്പൊ എനിക്ക് ഈ മരുന്ന് കഴിക്കണ്ടല്ലോ. മുത്തശ്ശി എന്തിനാ കുട്ടന് മരുന്ന് കൊടുക്കണ്ടെന്ന് പറയുന്നത്? അതെ, എനിക്ക് നിന്നെ വിശ്വാസം ഇല്ലാത്തോണ്ട്. മുത്തശ്ശി, എനിക്ക് നിന്നെ വിശ്വാസമില്ല, വിശ്വാസമില്ല, വിശ്വാസമില്ല. നീയേ ഇവന് കൊടുക്കുന്നത് ശരിക്കുള്ള മരുന്നാണോ എന്ന് എനിക്കെങ്ങനെ അറിയാം? ഇവനെ നിന്റെ അച്ഛന്റെ കൊലപാതകയാണെന്നല്ലേ നിന്റെ അമ്മയുടെ വാദം. ആ സ്ഥിതിക്ക് നിന്റെ അച്ഛന്റെ മരണത്തിന്റെ പേരിൽ നീ സിദ്ധുവിനോട് പകരം വീട്ടില്ലാന്ന് ഞാൻ എങ്ങനെ അറിയും? സിദ്ധുവിന് കൊടുത്തുകൊണ്ടിരിക്കുന്ന മരുന്നുകളൊക്കെ തട്ടിപ്പ് മരുന്നുകളാണെന്ന് പറഞ്ഞ് എടുത്തു കളഞ്ഞിട്ട് ഇപ്പൊ സ്വാമി അച്ഛൻ അയച്ചു തന്ന മരുന്നുകളല്ലേ നീ കുട്ടന് കൊടുക്കുന്നത്? അത് കുട്ടന്റെ അസുഖം മാറാനുള്ള മരുന്നാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. മുത്തശ്ശിക്ക് സംശയം ഉണ്ടെങ്കിൽ സ്വാമി അച്ഛനെ വിളിച്ച് ചോദിച്ചാൽ മതിയല്ലോ. എനിക്കേ ആരെയും വിളിച്ച് ചോദിക്കണ്ട. നീയേ ഈ മരുന്ന് സിദ്ധുവിന് കൊടുക്കണ്ട, അത്രേ ഉള്ളൂ. അമ്മേ, എന്തിനമ്മ ഈ അനാവശ്യ തർക്കം? ഒന്ന് നിർത്ത്. സ്വർണത്തിന് സ്വർണ്ണമാണെന്ന് തിരിച്ചറിയാൻ പ്രത്യേക പരീക്ഷണങ്ങളുടെ ആവശ്യമൊന്നുമില്ല.
സ്വർണത്തിന്റെ ഗുണങ്ങൾ കാണുമ്പോ തന്നെ ആർക്കും അത് തിരിച്ചറിയാൻ സാധിക്കും. ഈ നിൽക്കുന്ന ദേവികയെ അമ്മ സംശയിക്കുക അവിശ്വസിക്കുക ഒന്നും വേണ്ട. ദേവിക തനി തങ്കോ. ദേവികയുടെ ഉദ്ദേശം സത്യസന്ധമാണ്. ദേവിക എടുക്കുന്ന തീരുമാനങ്ങളും ബുദ്ധിപൂർവ്വമുള്ളതാ. അതുകൊണ്ട് ദേവികയെ അവിശ്വസിച്ച് സംസാരിക്കാനുള്ള അർഹത ഈ വീട്ടിൽ ആർക്കുമില്ല. ദേവിക സ്വന്തം അമ്മയെ എതിർത്തുകൊണ്ടാ ഇവിടെ നിന്ന് സിദ്ധുവിനെ ശുശ്രൂഷിക്കുന്നെ. അത് നമ്മൾ തിരിച്ചറിയണം. ഒരമ്മയായ എനിക്കുള്ളതിനേക്കാൾ വാശിയാ സിദ്ധുവിന്റെ അസുഖം ഭേദമാക്കാനായി ദേവിക കാണിക്കുന്നേ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ദേവികയിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. എന്റെ മകന്റെ ജീവൻ ദേവികയുടെ കയ്യിൽ ഭദ്രമാണെന്നും എനിക്ക് നല്ല ഉറപ്പുണ്ട്. അമ്മ വെറുതെ അവളെ തടസ്സപ്പെടുത്തണ്ട. നിന്റെ ഈ വാക്കുകൾ നിനക്ക് മാറ്റി പറയാനുള്ള അവസ്ഥ വരരുത്. അത് നീ നല്ല പോലെ ഓർത്തോ. ഇതൊന്നും കേട്ടിട്ട് മോള് തളരരുത്. നീ നിന്റെ കർത്തവ്യം തുടർന്നോളൂ. നീ ഈ വീട്ടിലെ അമൂല്യമായൊരു സ്വത്താ. പക്ഷേ അത് തിരിച്ചറിയാനുള്ള വിവേകം ഇവിടെ ചിലർക്കില്ലാതെ പോയി. അമ്മ പറഞ്ഞതാണ് ശരി. സിദ്ധുവിന് ഇനി എന്ത് സംഭവിച്ചാലും അതിന്റെ ഉത്തരവാദിത്വം ദേവിക്ക് തന്നെ. ഇത് അവൾ സ്വയം ഏറ്റെടുത്തതല്ലേ, അനുഭവിക്കട്ടെ. സിദ്ധുവിന് ആപത്തൊന്നും സംഭവിക്കാതിരുന്നാൽ അവൾ രക്ഷപ്പെട്ടു. പക്ഷേ അവൻ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ ആരുവിടും? ദേവിക. സിദ്ധുവിന് മാത്രമല്ല, ഇനി ഈ വീട്ടിലോ ഓഫീസിലോ സ്കൂളിലോ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ മുഴുവൻ റെസ്പോൺസിബിലിറ്റിയും ദേവിയേക്കായിരിക്കും. ഓ, അവളാണല്ലോ ഇപ്പൊ പൊന്നാരം തോട്ടത്ത് സാമ്രാജ്യത്തിന്റെ അധിപതി, കിരീടം വെക്കാതെ വാഴുന്ന മഹാറാണി. അവളെല്ലാം കൈകാര്യം ചെയ്യട്ടെ. ഭരിച്ചവൾ മുന്നോട്ട് നീങ്ങട്ടെ. സിദ്ധുവിനെ പരിചരിക്കണം. സാമ്പത്തിക കാര്യങ്ങൾ പ്രത്യേകം കൈകാര്യം ചെയ്യണം. വീടിന്റെ ചുമതല നിർവഹിക്കണം. ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ അവൾക്കുള്ളത്. ഹരിയേട്ടാ, ഈ ഉത്തരവാദിത്തം മുഴുവൻ അവളുടെ കയ്യിലായ സ്ഥിതിക്ക് അവൾക്ക് പണിയൊടുക്കാൻ പറ്റിയ അവസരം ഇത് തന്നെയല്ലേ? ആണ്. നമുക്ക് ഏറ്റവും അനുകൂലമായ സമയം തന്നെയാണിത്. പക്ഷേ നമ്മൾ വളരെയധികം സൂക്ഷിക്കണം. ഇപ്പൊ പെട്ടെന്നൊരു നീക്കം നടത്തിയാൽ അവൾ വിജിലന്റ് ആവും. അവക്കെതിരെ ആരോ കളിക്കുന്നുണ്ടെന്നൊരു സംശയം അവൾക്ക് തോന്നിയാൽ അവൾ അതിന്റെ പിന്നാലെ അന്വേഷിക്കാൻ തുടങ്ങും. അങ്ങനെ അവൾ അന്വേഷിച്ചിറങ്ങിയാൽ അത് ചിലപ്പോൾ നമുക്ക് ദോഷവും. അതുകൊണ്ട് ഇനിയുള്ള നമ്മുടെ മൂവ്മെന്റ് ഏറെ ശ്രദ്ധിച്ചു വേണം. അപ്പൊ കുറച്ചു നാളത്തേക്ക് നമ്മൾ അവൾക്കെതിരെ അനങ്ങാതിരിക്കണമെന്നാ ഹരിയേട്ടൻ പറയുന്നത്? ഏയ്, ഒരിക്കലുമല്ല. പിന്നെ ചിലതൊക്കെ ഞാൻ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെന്താ? അതൊക്കെ ഞാൻ വഴിയെ പറയാം. അനീഷേട്ടാ, ഇനി എന്താ ചെയ്യാ? ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. ഇതൊക്കെ ഓഫീസിൽ നിന്ന് പണം മോഷ്ടിക്കുന്ന സമയത്ത് ആലോചിക്കണ്ടായിരുന്നോ? എല്ലാത്തിനും കാരണം നിങ്ങളുടെ ചീട്ടുകളിയാ. അത് കാരണമാണല്ലോ പണം കട്ടെടുക്കേണ്ടി വന്നത്. മഞ്ജു, ഞാനിപ്പോ ചീട്ട് കളിക്കാനൊന്നും പോകുന്നില്ലല്ലോ. അത് നല്ല കാര്യം തന്നെയാ. ഇനി ഒരിക്കലും ആ വഴിക്ക് പോവുകയും ചെയ്യരുത്.
പക്ഷേ പണത്തിന് പണം തന്നെ വേണ്ടേ അനീഷേട്ടാ? അനീഷേട്ടൻ തന്ന കാശൊക്കെ തീർന്നു. ഇനി അതിലൊരു 100-200 രൂപയുണ്ടാവൂ. അതുകൊണ്ട് ഈ വീട്ടിലെ ചിലവൊക്കെ നടക്കൂ. മാസം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ മാസത്തെ കാര്യങ്ങൾക്കേ പണമില്ല. അപ്പൊ ഇനി അങ്ങോട്ടോ? അതുകൊണ്ടാ ഞാൻ ചോദിച്ചത്, ഇനി എന്ത് ചെയ്യുമെന്ന്. ഒരു ഐഡിയ ഇല്ല. അങ്ങനെ പറഞ്ഞ ഒക്കോ? ദേവിക ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടുത്തെ ചെലവുകളൊക്കെ അവള് നോക്കൂന്ന് പറയായിരുന്നു. ഇതിപ്പോ അവൾക്ക് വേറൊരു ജീവിതമായില്ലേ. ഇനി പഴയതുപോലെ പൈസ മുഴുവൻ നമുക്ക് വേണ്ടി ചെലവാക്കാൻ അവക്ക് സാധിക്കോ? ശ്രീകലാൻറ്റി ഗൾഫിലായിരുന്നെങ്കിൽ ആന്റിയും പണം അയച്ചു തന്നേനെ. ഇതിപ്പോ അതും പോയി. ആ വരുമാനം നിലച്ചു. അനീഷേട്ടാ, ഇങ്ങനെ ഇരുന്നാ പറ്റില്ല. ഉടനെ എന്തെങ്കിലും ചെയ്യണം. ഇല്ലെങ്കിൽ ഇവിടെ എല്ലാവരും പട്ടിണി അടക്കേണ്ടി വരും. നോക്കട്ടെ, എന്തെങ്കിലും ഒരു വഴി കാണാം. പെട്ടെന്നൊരു ജോലി കിട്ടുമെന്ന് എന്താ ഉറപ്പ്? നീ ഇങ്ങനെ മനസ്സ് മടുപ്പിക്കല്ലേ. അനീഷേട്ടനെ നിരാശപ്പെടുത്താൻ പറഞ്ഞൊന്നും അല്ല. ഞാൻ പറഞ്ഞത് വാസ്തവല്ലേ? അഞ്ചിത വഴി പൊന്നാരം തോട്ടത്തുകാരോട് അനീഷേട്ടന് വേണ്ടി ഒരു ജോലി ചോദിച്ചാലോ? ഏയ്, അതൊന്നും വേണ്ട. അത് ശരിയാവില്ല. അതെന്താ ശരിയാവാത്തെ? അവള് കാരണമല്ലേ നമ്മുടെ കുടുംബം ഈ അവസ്ഥയിലായത്. അപ്പൊ അവൾക്കും ഇതിലൊരു ഉത്തരവാദിത്വം ഉണ്ടാവുമല്ലോ. അനീഷേട്ടന്റെ ജോലിക്ക് വേണ്ടി അവളും പരിശ്രമിക്കട്ടെ. ദേ, വലിയ അഭിമാനം നോക്കിയിരുന്ന വായു ഭക്ഷിച്ച് കഴിയേണ്ടി വരും. ചിലപ്പോ എല്ലാവർക്കും കൂടി കൂട്ട ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാവും. പറ അനീഷേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? മഞ്ജു ചേച്ചിക്കും മുത്തശ്ശനും സുലോചന ആന്റിക്കൊക്കെ സുഖമാണോ? അവർക്കെല്ലാവർക്കും സുഖം തന്നെ. അല്ല, അനീഷേട്ടൻ വെറുതെ ഇങ്ങോട്ട് ഇറങ്ങിയതാണോ? അല്ല, അത് പിന്നെ ഞാൻ... എന്താ അനീഷേട്ടാ? അനീഷേട്ടൻ എന്തോ പറയാനുണ്ടല്ലോ, എന്താ അത്? അത് പിന്നെ അനീഷേട്ടന് പണം വല്ലതും? എനിക്കിപ്പോൾ പണമല്ല, ഒരു ജോലിയാണ് ആവശ്യം. അനീഷേട്ടന്റെ ഇപ്പോഴത്തെ ജോലിക്ക് എന്ത് പറ്റി? അത് പിന്നെ ആ ജോലിയിൽ നിന്ന് അവരെന്നെ പിരിച്ചുവിട്ടു. പിരിച്ചുവിട്ടോ? എന്തിന്? അത് അന്നത്തെ ഒരു ഇഷ്യൂ. നിങ്ങൾ അറിഞ്ഞോന്ന് എനിക്കറിയില്ല. ഞങ്ങൾ അറിഞ്ഞു. ആ ജോലി ഞാനല്ലേ അനീഷേട്ടനെ തരപ്പെടുത്തി തന്നത്. അതിന്റെ ഉടമസ്ഥൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും ഒരബദ്ധം പറ്റി പോയതാ. പക്ഷേ അതിനുശേഷവും അനീഷേട്ടൻ അതേ കമ്പനിയിൽ തന്നെ ആയിരുന്നല്ലോ ജോലി ചെയ്തിരുന്നത്. അന്ന് മുത്തശ്ശി ഇടപെട്ടെല്ലാം പരിഹരിച്ചതായിരുന്നു. ഇപ്പോ ആ മാനേജർ തീരുമാനിച്ചു ഞാൻ ആ കമ്പനിയിൽ വേണ്ടെന്ന്. ചുരുക്കി പറഞ്ഞ ഞാനിപ്പോൾ ആകെ പ്രയാസത്തിലാ. ഉടനെ ഒരു ജോലി ശരിയായില്ലെങ്കിൽ കുടുംബ ചെലവ് നടത്താൻ പോലും ഞാൻ വല്ലാതെ ബുദ്ധിമുട്ടും. വീട് തന്നെ പട്ടിണിയിലായി പോവും. അതുകൊണ്ട് നിങ്ങൾ മനസ്സ് വെച്ചൊരു ജോലി നൽകിയിരുന്നെങ്കിൽ എനിക്കിപ്പോൾ അത് വളരെ ഉപകാരമായിരുന്നു. അല്ല, നിങ്ങളെന്താ മറുപടിയൊന്നും പറയാത്തെ? അനീഷേട്ടാ, ഇവിടുത്തെ സ്റ്റാഫുകളുടെ നിയമനക്കാര്യത്തിൽ തീരുമാനം എടുക്കാറുള്ളത് ഋഷിയേട്ടൻ്റെ അച്ഛനാ. അച്ഛനോട് ഞാനൊന്ന് പറഞ്ഞു നോക്കാം. ആത്മാർത്ഥമായിട്ട് തന്നെ പറയണം. ആത്മാർത്ഥമായിട്ട് തന്നെ പറയാം. ചേട്ടനൊന്ന് സമാധാനമായിട്ടിരിക്കേ. ഇപ്പോൾ ഞങ്ങൾ കുറച്ച് പണം തരാം. അത് വെച്ച് തൽക്കാലം ചേട്ടൻ കാര്യങ്ങൾ മുന്നോട്ട് നീക്ക്. പണമൊന്നും വേണ്ട, എനിക്കൊരു ജോലി മതി. അച്ഛനോട് പറഞ്ഞ് എനിക്ക് ഇവിടെ എന്തെങ്കിലും ഒരു ജോലി ശരിപ്പെടുത്തി തന്നാൽ മതി. നമുക്ക് നോക്കാം. എന്നാ ഞാൻ വിളിക്കാം. എങ്കിൽ ശരി, ഞാൻ 2 ദിവസം കഴിഞ്ഞ് വരാം. ആയിക്കോട്ടെ. ശരി. ഋഷിയേട്ടൻ്റെ അച്ഛനാണ് ഇവിടുത്തെ ജോലി കാര്യങ്ങളൊക്കെ നോക്കുന്നതെന്ന്
ഞാൻ അനീഷേട്ടനോട് വെറുതെ പറഞ്ഞതാ. എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ ഞാനും അതിനനുസരിച്ച് സംസാരിച്ചത്. അല്ല ഋഷിയേട്ടാ, കാര്യം അളിയനാണെങ്കിലും അനീഷേട്ടൻ എങ്ങനെ ഇവിടെ ജോലി കൊടുക്കും? എന്ത് വിശ്വസിച്ച് കൊടുക്കും? ആള് വല്ല മോഷണം നടത്തിയാലോ? എനിക്കും ആ ഡൗട്ടുണ്ട്. ഏതായാലും കക്ഷി പോയല്ലോ. തൽക്കാലത്തേക്ക് നമ്മൾ രക്ഷപ്പെട്ടു. മോളെ പറയേ. ആ മുത്തശ്ശ, ഈ മാസത്തെ വീട്ടു ചെലവിനുള്ള പണം ഞാൻ മുത്തശ്ശന്റെ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്തിനാ മോളെ നീ ആ കാശ് എന്റെ അക്കൗണ്ടിലേക്ക് അയച്ചത്? എന്തു പറ്റി? മോളെ നീ ഇപ്പൊ കല്യാണം കഴിഞ്ഞ് മറ്റൊരു കുടുംബത്തിലാ താമസിക്കുന്നത്. അതിന്? ആ സ്ഥിതിക്ക് നീ ഇനിയും ഇവിടത്തെ കാര്യങ്ങൾ അന്വേഷിക്കാന്ന് വെച്ചാ അത് ശരിയല്ലല്ലോ മോളെ. അവിടുത്തെ കാര്യങ്ങളാ നീ ഇപ്പൊ നോക്കേണ്ടത്. മുത്തശ്ശ, ഇതിലൊരു ശരികേടുമില്ല. എനിക്ക് 2 കുടുംബവും ഒരുപോലെ തന്നെയാ. പിന്നെ ഈ കുടുംബത്തില് എന്റെ ശമ്പളത്തിന്റെ ഒരാവശ്യവും ഇല്ല. എനിക്കും വലിയ ആവശ്യമൊന്നുമില്ല. അപ്പൊ അത് നമ്മുടെ കുടുംബത്തിന് വേണ്ടി ചെലവാക്കുകയാണ് ഞാൻ ചെയ്യേണ്ടത്. കല്യാണം കഴിഞ്ഞു എന്ന് കരുതി പെൺകുട്ടികൾക്ക് സ്വന്തം വീട്ടുകാരോടുള്ള ഉത്തരവാദിത്വം തീരുന്നൊന്നുമില്ല. ഒരു കണക്കിന് നീ ഇത് അയച്ചത് നന്നായി മോളെ. ഇല്ലെങ്കിൽ എന്റെ പെൻഷൻ തുക മാത്രം വെച്ച് എനിക്കിത് 2 അറ്റവും കൂട്ടിമുട്ടിക്കേണ്ടി വന്നേനെ. അത് സംഭവിക്കുന്ന വിഷമത്തിലായിരുന്നു ഞാൻ. മുത്തശ്ശ, അത് നമ്മുടെ അനീഷേട്ടന്റെ ശമ്പളോ? അവൻ ഇനി എവിടെ നമ്മളെ ശമ്പളം? അവന്റെ ജോലി പോയില്ലേ? മുത്തശ്ശ, അനീഷേട്ടന്റെ ജോലി പോയിന്നോ? ആ, അത് നഷ്ടപ്പെട്ടു മോളെ. കമ്പനിയിൽ നിന്ന് അവരവനെ പറഞ്ഞു വിട്ടു. കമ്പനിയിൽ മോഷണം നടത്തിയ ആളെ അവർക്ക് വിശ്വാസം കാണുമോ? ഉണ്ടാവില്ല. വിശ്വാസമില്ലായ്മയുടെ പേരില് അവന് ജോലി നിന്ന് പിരിച്ചുവിട്ടു. സാരല്ല മുത്തശ്ശ, അനീഷേട്ടന് വേണ്ടി വേറൊരു ജോലി നമുക്ക് കണ്ടെത്താം. അതോർത്ത് മുത്തശ്ശൻ വിഷമിക്കണ്ട. മുത്തശ്ശ, പണത്തിന് ഇനി എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മുത്തശ്ശൻ എന്നോട് ചോദിക്കാൻ മടിക്കണ്ട. പറയാം മോളെ. ശരി മുത്തശ്ശ, എന്ന് ഞാൻ പിന്നെ വിളിക്കാം. ശരി. ആ, ഇന്നത്തെ മുഖത്തൊരു ക്ഷീണമുണ്ടല്ലോ. ഒന്നും പറയണ്ട. കുറെ ഫയൽസ് പെൻഡിംഗ് ഉണ്ടായിരുന്നു. ഇനിയും അതങ്ങനെ വെച്ചോണ്ടിരുന്ന ഒട്ടും ശരിയാവില്ല. അതുകൊണ്ട് ഒറ്റ ഇരിപ്പിന് എല്ലാ ഫയലുകളും പരിശോധിച്ചങ്ങ് തീർത്തു. അതിന്റെ ക്ഷീണമാ ഈ കാണുന്നത്. എന്നാ ഈ ക്ഷീണം മാറാനായിട്ട് ഒരു ചായ എടുക്കട്ടെ? ഓക്കെ. അപ്പൊ ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഓക്കെ. ആ പിന്നെ ഇന്ന് അനീഷേട്ടൻ ഓഫീസിൽ വന്നിരുന്നു. എന്തിനാ വന്നത്? വെറുതെ വന്നതാണോ? അല്ല, അത് പിന്നെ എന്തു പറ്റി ഋഷി? അനീഷേട്ടന്റെ ജോലി നഷ്ടപ്പെട്ടു. ഒരു ജോലി ആവശ്യമുണ്ടെന്ന് പറഞ്ഞാ വന്നത്. ഓ, അത് വലിയ പുതുമയുള്ള കാര്യമല്ലല്ലോ. ഒരു ജോലിയിലും അനീഷേട്ടൻ ഉറച്ചു നിൽക്കില്ല. ഒന്നുകിൽ എന്തെങ്കിലും കാരണത്തിന്റെ പേരിലും അനീഷേട്ടനെ ജോലിന്ന് പറഞ്ഞു വിടും. ഇല്ലെങ്കിൽ എന്തെങ്കിലും കാരണം ഉണ്ടാക്കി അനീഷേട്ടൻ ജോലി കളഞ്ഞിട്ട് പോരും. ഇത് പതിവാ. അനീഷേട്ടന്റെ ശമ്പളം പ്രതീക്ഷിച്ച് അവിടെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. കുടുംബത്തിലെ എല്ലാ ചെലവുകളും ചേച്ചിയാ നോക്കുന്നത്. അല്ല, ഈ ജോലി തന്നെ ഋഷി ഇടപെട്ടിട്ടല്ലേ അനീഷേട്ടന് കിട്ടിയത്. അപ്പൊ ചേട്ടൻ ഋഷിയെങ്കിലും മാനിക്കണ്ടേ? അതൊന്നും ചിന്തിക്കാതെ ചേട്ടൻ ആ ഓഫീസിൽ കള്ളത്തരം കാണിച്ചു. എടോ, അനീഷേട്ടൻ ആ കമ്പനിയിൽ മോഷണം നടത്തിയതില് നാണം കിട്ടത് ഞാനാ. മഹാ മോശമായി പോയി. അല്ല, അനീഷേട്ടൻ ജോലി ചോദിച്ചു വന്നിട്ട് ഋഷി എന്ത് പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞില്ല. ആലോചിച്ചിട്ട് വേണ്ടത് ചെയ്യാമെന്നും പറഞ്ഞ് തൽക്കാലം ഞാൻ രക്ഷപ്പെടുകയായിരുന്നു. അനീഷേട്ടന്റെ സ്വഭാവത്തിന് എങ്ങനെ നമ്മുടെ ഓഫീസിൽ ജോലി കൊടുക്കും? ആ, അല്ല, എന്നിട്ട് പണം എന്തെങ്കിലും ചോദിച്ചോ? ഏയ്, അതൊന്നും ചോദിച്ചില്ല.
ചേച്ചി ചേച്ചി അറിഞ്ഞായിരുന്നോ അനീഷേട്ടന് ജോലി നഷ്ടപ്പെട്ടെന്ന്? എന്നിട്ടൊരു ജോലി വേണമെന്ന് പറഞ്ഞ് അനീഷേട്ടൻ ഋഷിയെ അഭിയം ചെന്ന് കണ്ടിരുന്നു. അനീഷേട്ടനെ ജോലിന്ന് പറഞ്ഞു വിട്ട വിവരം മുത്തശ്ശൻ പറഞ്ഞ് ഞാൻ അറിഞ്ഞു. പക്ഷേ ജോലിക്ക് വേണ്ടി ചേട്ടൻ ഇവരെ ചെന്ന് കണ്ടതൊന്നും ഞാൻ അറിഞ്ഞില്ല. അനീഷേട്ടൻ വന്നിരുന്നു. പക്ഷേ അനീഷേട്ടന് ജോലി കൊടുക്കാന്ന് വെച്ചാ ദേ ഒരു കാര്യം ചെയ്യാം, കുറച്ച് പണം കൊടുത്ത് സഹായിക്കാം. നിങ്ങൾ അനീഷേട്ടന് ജോലി കൊടുക്കാൻ മടിക്കുന്നതിന്റെ കാരണമൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷെ ഋഷി, അനീഷേട്ടന് പണം കൊടുക്കുന്നത് ബുദ്ധിപൂർവമായ ഒരു കാര്യമായിരിക്കില്ല. ഒരാൾക്ക് പണം നൽകുന്നത് താൽക്കാലികമായ ഒരു സഹായം മാത്രമായിരിക്കും. അതിന് പകരം ഒരു ജോലി നൽകിയാൽ അത് അയാളെയും അയാളുടെ കുടുംബത്തെയും നല്ല രീതിയിൽ സഹായിക്കുന്ന കാര്യമായിരിക്കും. അനീഷേട്ടൻ ഇപ്പോ പുതിയൊരാളായി മാറിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഒരിക്കലും അനീഷേട്ടൻ മോശം പ്രവൃത്തികൾ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ മനസ്സ് വെച്ച് കമ്പനിയിൽ അനീഷേട്ടന് ഒരു ജോലി കൊടുക്കണം.